ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു സീരീസ് റിവ്യൂലേക്ക് നമ്മൾ പറയാം. മലയാളത്തിൽ തന്നെ വെബ് സീരീസുകൾ ഇറങ്ങുന്നത് വിരളമാണ്. എങ്കിൽ പോലും ഇറങ്ങിയാൽ കഴിഞ്ഞ് തന്നെ വളരെയധികം ക്വാളിറ്റി തന്നെ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. അതിനെന്തായാലും എപ്പോഴും ഒരു പരിഗണന തരുന്നത് നമ്മുടെ ഡിസ്നി ഹോട്ട്സ്റ്റാർ ആയിരുന്ന ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. അപ്പോൾ അവരുടെ വെബ് സീരീസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ എനിക്ക് ഫേവറേറ്റ് ലിസ്റ്റിൽ എല്ലാവർക്കും ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്ന ഒരു പോലീസ് അന്വേഷണം തന്നെയാണ് കേരള ക്രൈം ഫയൽസ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസ്. തീർച്ചയായിട്ടും ആ സീരീസ് ഫസ്റ്റ് പാർട്ട് ഭയങ്കര നീതി പുലർത്തിയിട്ടുള്ള ഒരു ടീം തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അടുത്തായിട്ട് എൻ്റെ കേരള ക്രൈം ഫയൽസ് സീസൺ 2 എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിരുന്നു. അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അഹമ്മദ് കബീറാണ് ഡയറക്ഷൻ. ഇപ്പോൾ തന്നെ ബാഹുൽ രമേശാണ് തിരക്കഥ. ബാഹുൽ രമേശിനെ കുറിച്ച് നമ്മൾ പറയാതെ തന്നെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അദ്ദേഹം കിഷ്കിന്ധാകാന്ഡം എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ റൈറ്ററായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ക്വാളിറ്റി എന്തായാലും ഇതിൽ കാണും. കാരണം ടീസറാണെങ്കിലും ട്രെയിലറൊക്കെ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ബാക്കി കാശ് നോക്കി കഴിഞ്ഞാൽ അർജുൻ രാധാകൃഷ്ണനാണ് ഇതിൽ പ്രധാനമായിട്ടും റോളിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് മുന്നേ തന്നെ പറയുമ്പോൾ നമ്മുടെ പാട അതുപോലെ തന്നെ കണ്ണൂർ സ്കോഡിലൊക്കെ വില്ലനായി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൂടാതെ അജു വർഗീസ്, ലാല്, അരിസ്ഥിര അശോകൻ തുടങ്ങിയ പ്രധാനപ്പെട്ട കാസ്റ്റിംഗായി വരുന്നുണ്ട്. സ്ത്രീ കഥാപാത്രങ്ങൾ പൂർണ്ണമായിട്ടും പ്രധാനമായിട്ടും പ്രാധാന്യം കൊടുക്കുന്നില്ലെങ്കിൽ പോലും എന്താണ് ഇതിൻ്റെ സബ്ജക്റ്റെങ്കിൽ അതിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. ടോട്ടൽ വൈസ് നോക്കുമ്പോൾ മൊത്തം 6 എപ്പിസോഡുകളാണ് ഉള്ളത്. എല്ലാ എപ്പിസോഡും ഏകദേശം 23 മിനിറ്റ് 24 മിനിറ്റ് വരുന്നുണ്ട്. അവസാനത്തെ ലാസ്റ്റ് ഫൈനൽ എപ്പിസോഡ് മാത്രം ഏകദേശം 45 മിനിറ്റോളമാണ് അതിൻ്റെ ഡ്യൂറേഷനായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ തന്നെ ലെങ്ത്തിൻ്റെ കാര്യം നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. നല്ലൊരു ക്വാളിറ്റി തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു പോലീസുകാരനും അദ്ദേഹത്തിൻ്റെ തിരോധാനവുമായ അന്വേഷണം മുന്നോട്ട് പോകുന്നതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും കണ്ടൻറ്റ്. നമ്മൾ സീസൺ ഫസ്റ്റിൽ എന്തായാലും ഒരാൾ അഡ്രസ്സ് അന്വേഷിച്ചാണ് പോയിരുന്നത്, ഒരു കില്ലറുടെ. പക്ഷേ തിരിച്ച് ഇതിലോട്ട് പോകുമ്പോൾ ഒരു പോലീസുകാരൻ്റെ തിരോധാനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ദ്രൻസ് ഇപ്പോൾ തന്നെ അരിസ്ഥിര അശോകൻ എന്നിവരുടെ മികച്ച പ്രകടനങ്ങൾ, ഇമോഷണൽ സീൻസൊക്കെ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ രാധാകൃഷ്ണൻ അത്യാവശ്യം നല്ല ബോൾഡായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ റോൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അജു വർഗീസ് ചെറിയ റോളിലെങ്കിൽ പോലും അത്യാവശ്യം അദ്ദേഹത്തെ കാണിച്ച രീതികളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്കിംഗ് ആവാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ നല്ലൊരു പോസിറ്റീവ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം 6 എപ്പിസോഡുകളിലും 5 എപ്പിസോഡും അത്രയേറെ വലിയ ത്രില്ലിംഗ് ആയിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. എന്തായിരിക്കും അതിൻ്റെ അടുത്തതെന്ന്. കാരണം ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഇത് പൂർണ്ണമായിട്ടും ഇത് അവസാനിപ്പിക്കാതെ കാണാതിരിക്കാൻ കഴിയില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ പോസിറ്റീവ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് എപ്പിസോഡിന് കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ എപ്പിസോഡ് എന്താണെന്ന് കണ്ടു നോക്കാം. അത്രയും ത്രില്ലിംഗായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ ഏറ്റവും വലിയ പാളിച്ചകൾ എന്താണ് സംഭവിച്ചു നോക്കി കഴിഞ്ഞാൽ ക്ലൈമാക്സ് തന്നെയായിരുന്നു. കാരണം ഈ അവസാനത്തെ 6ാമത്തെ എപ്പിസോഡിലെത്തുമ്പോൾ ഇതിൻ്റെ തിരിക്കഥ എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടായിരുന്നല്ലോ. ഒട്ടും തന്നെ ക്ലൈമാക്സ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ഒരവസ്ഥ തന്നെയായിരുന്നു. കാരണം ഒട്ടും ഒരു പൂർണ്ണത കിട്ടുന്നില്ല. ഇതിൽ പറയുന്നത് പോലെ തന്നെ എല്ലാം വെറും ഊഹങ്ങൾ മാത്രമാണ്, അങ്ങനെ ഇത് എഴുതി തീർക്കാൻ കഴിയൂ എന്ന് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഊഹങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ക്ലൈമാക്സും നമ്മൾ ഊഹിച്ചെടുക്കണം എന്നുള്ള ചിന്താഗതിയോട് തന്നെയാണ് അവസാനിച്ചിട്ടുള്ളത്. കാരണം പലയിടത്തും നടന്നു പോകുന്ന ഒരു സംഭവം തന്നെയാണ്. കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു, ആരും കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഊഹാപോഹങ്ങൾ, അതുകൊണ്ട് തന്നെ അങ്ങനെ ചിന്തിച്ചാൽ മാത്രമാണ് ഇത് അവസാനിപ്പിക്കാൻ സാധിക്കുന്നത് പറഞ്ഞ പോലെ തന്നെ ബാക്കിയെല്ലാം പ്രേക്ഷകർ ഊഹിച്ചെടുത്തോട്ടെ എന്ന് തന്നെയായിട്ടാണ് സീസൺ 2 അവസാനിപ്പിക്കുന്നത്. ഈ ക്ലൈമാക്സിലെ ആ സീൻസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഒരു ഓക്കെ ലെവൽ മുകളിൽ നിൽക്കുന്ന അനുപമമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതുവരെയും കൊണ്ടുവരുന്ന ഒരു ത്രില്ലിംഗ് എലിമെൻറ്റ്സ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു വാവ് ഫാക്ടറൊക്കെ അവസാന ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ ഒട്ടും തന്നെ ഒരു ആപ്റ്റ് ആയിരുന്നില്ല. പല ചോദ്യങ്ങൾക്കും മാറ്റങ്ങൾക്കും മുന്നോട്ടായിട്ട് നിൽക്കുന്നുണ്ട്. എങ്ങനെ കൊണ്ടുപോയി അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സംഭവിച്ചത്, അവർക്ക് എന്താണ് സംഭവിച്ച കാര്യങ്ങളൊന്നും വ്യക്തമായി തന്നെ പറഞ്ഞു പോകുന്നില്ല. ചില ഭാഗങ്ങളൊക്കെ നമുക്ക് എടുക്കാവുന്നുള്ളൂ. എടുത്തു പറയലിൽ കുറച്ച് ഡോഗ്സിനെ കാണിക്കുന്നുണ്ട്. അത് വേറെ ലെവൽ തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല കൊള്ളാമായിരുന്നു. അവർക്കും പ്രധാനപ്പെട്ട പ്രാധാന്യമൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്കൊരു വളർത്തുമുഖത്തോട് അല്ലെങ്കിൽ അതിനോട് സ്നേഹം കാണിച്ചു കഴിഞ്ഞാൽ അത് വാലാട്ടി കാണിക്കുന്നത് പണ്ട് പറഞ്ഞ പോലെ തന്നെ ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു ഉദാഹരണം തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി, ഒട്ടും പ്രതീക്ഷിക്കാതെ ആ വ്യക്തി ആയിരിക്കുമെന്ന് തോന്നുന്ന സസ്പെൻസും കാര്യങ്ങളൊക്കെ അതും ഒരു ഓക്കെ ലെവൽ തന്നെയായിരുന്നു. എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലൈമാക്സിലുള്ള ഒരു ബൗണ്ടിങ്ങോ കാര്യങ്ങളൊന്നും തന്നെ ഒരു ആപ്റ്റായ രീതിയിൽ തന്നെ ആയിരുന്നില്ല എന്നാണ് എൻ്റേതായിട്ടുള്ള അഭിപ്രായം. ബാക്കിയെല്ലാം അത്യാവശ്യം കൊള്ളാമായിരുന്നു. അപ്പം നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ കേരള ക്രൈം ഫയൽ സീസൺ 2 എന്ന് പറയുന്ന മൾട്ടി ലാംഗ്വേജ് ചിത്രം ലഭ്യമാണ്. അപ്പോൾ കാണാത്തവരും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യായിരിക്കും. ബൈ.